കളരിപ്പയറ്റ് ഇത്തവണത്തെ ദേശീയ ഗെയിംസിൽ മത്സര ഇനമായി ഉൾപ്പെടുത്താനാവില്ല എന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ പി.ടി. ഉഷ. മത്സര ഇനമാക്കണം എന്ന ഡൽഹി ഹൈക്കോടതി വിധിയെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായ സാഹചര്യത്തിൽ ഇനി പുതിയ ഇനം ഉൾപ്പെടുത്തുക പ്രയാസമാണെന്നും പി.ടി. ഉഷ മനോരമ ന്യൂസിനോട് പറഞ്ഞു. അത് കോടതി വിധി എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്കൊന്നും അറിയില്ല. കാരണം നമുക്ക് നാഷണൽ ഗെയിംസ് ഒരു നോംസ് ഉണ്ട് നാഷണൽ ഗെയിംസിൽ നമ്മൾ നടത്തുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഗെയിംസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഗെയിംസ് ഉണ്ട്. അത്രയും ഗെയിംസൊന്നും നമുക്ക് ഒരു മിഷനിൽ നമുക്ക് കൊണ്ടുപോയി നടത്താനൊന്നും പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് ഈവൻറ്റ് റിസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു നോംസ് വെച്ചിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ് അല്ലെങ്കിൽ ഒരു ഒളിമ്പിക്സിൽ ഉള്ള അംഗീകാരമുള്ള മത്സരങ്ങളാണ് പങ്കെടുക്കുക. അങ്ങനെയുള്ള 34 ഗെയിംസാണ് ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഹോസ്റ്റ് സ്റ്റേറ്റിന് 2 ഇവൻറ്റ് കൊടുക്കും. അപ്പോൾ ഹോസ്റ്റ് സ്റ്റേറ്റ് ചോദിച്ചനുസരിച്ച് അവർക്ക് 2 ഗെയിം കൊടുത്തിട്ടുണ്ട്. അടുത്ത വർഷം ഇതുപോലുള്ള ഇൻഡിജിനസ് കുറേ ഗെയിംസുകൾ ഇങ്ങനെ വരുന്നുണ്ട്. 10-12 ഗെയിംസുകൾ ഇതിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ അവരെ കൂടുതൽ അങ്ങനെയുള്ള ഗെയിം പ്രൊമോട്ട് ചെയ്യേണ്ട ഭാഗമായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നോംസ് നെക്സ്റ്റ് നാഷണൽ ഗെയിംസ് മുതൽ കൊണ്ടുവരും. അപ്പം നമുക്ക് ഇതുപോലത്തെ ഗെയിമുകളൊക്കെ നമുക്ക് കോമ്പറ്റീറ്റീവ് ആക്കാനായിട്ട് സാധിക്കും. ഇപ്രാവശ്യം ഇപ്പോൾ കളരിപ്പയറ്റ് എന്തായാലും ഉൾപ്പെടുത്താൻ സാധിക്കില്ല. കളരിപ്പയറ്റ് ഓൾറെഡി ഉണ്ട്. മത്സര ഇനമായിട്ട് നടക്കാൻ സാധിക്കൊന്നുമില്ല. കാരണം ഇത് മീറ്റിന് അധികം ദിവസമൊന്നുമില്ലല്ലോ. ഡൽഹി ഹൈക്കോടതി കയറി കളരിപ്പയറ്റിനെ ദേശീയ ഗെയിംസിൽ മത്സര ഇനമാക്കിയത് ഒരു ഉത്തരേന്ത്യക്കാരിയാണ്. ഹരിയാന ഫരീദാബാദ് സ്വദേശിയായ ഹർഷിത യാദവിന് കേരളത്തിന്റെ ആയോധന കലയോടും സംസ്കാരത്തോടുമുള്ള ഇഷ്ടം അത്രയേറെയാണ്. I love Kerala culture. I love it. ഹർഷിത യാദവിന്റെ കേരള സംസ്കാരത്തോടും കളരിയോടുമുള്ള ഇഷ്ടം അത്രമേലുണ്ട്. അതുകൊണ്ടാണ് ഒരു മലയാളി തുനിഞ്ഞിറങ്ങാത്ത പോരാട്ടത്തിന് ഹർഷിത ഇറങ്ങിയത്. കളരിപ്പയറ്റ് തന്റെ ജീവിതത്തിന്റെ ഭാഗമെന്ന് ഹർഷിത. Kalaripayattu is not just now limited to Kerala. It has widespread in all over the country. I love it just as much. I think it's a very positive outcome for Kalaripayattu and it's very encouraging for other athletes. And I want to thank Advocate Ajish sir. കേരളപ്പിറവി ദിന പരിപാടിയടക്കം രാജ്യതലസ്ഥാനത്തും പുറത്തും ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും കഴിവിനെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട് ഹർഷിത. ഹിന്ദു കോളേജിലെ BSc ഫിസിക്സ് ഓണേഴ്സ് പഠനത്തിനിടയിലും 12 വർഷമായുള്ള തന്റെ പരിശീലനം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ 19കാരി. It's a bit of coincidence. Like my mother friend daughter used to do Kalaripayattu. One day I went and eventually it's a very build up. I've been practicing for a lot of years. Girls have to learn martial arts, right? When you're living daily. പിന്തുണയുമായി ഗുരുക്കളായ രാമചന്ദ്രനും PB സുമേഷും ഒപ്പമുണ്ട്. ഹർഷിതയുടെ നേട്ടങ്ങളിൽ മാതാവ് ഉഷ യാദവിനും പിതാവ് സുധീർ യാദവിനും സഹോദരങ്ങൾക്കും അഭിമാനം. കളരിക്കായുള്ള ഹർഷിതയുടെ ഈ പോരാട്ട വിജയത്തിൽ മലയാളികൾ കടപ്പെട്ടിരിക്കുന്നു. ക്യാമറാമാൻ CR രജിത്തിനൊപ്പം മിജി ജോസ്, മനോരമ ന്യൂസ്, ഡൽഹി.